കർദമ പ്രജാപതി മഹാവിഷ്ണുവിനെ 10,000 സംവത്സരം കഠിന തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുകയും തൽഫലമായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സ്വയംഭൂമനുവിന്റെ മകളായ ദേവഹൂതിയെ നീ വിവാഹം കഴിക്കണമെന്നും അതിൽ നിനക്ക് 9 പെൺമക്കൾ ഉണ്ടാവുകയും അവരെ ഋഷികൾ വിവാഹം കഴിച്ച് ലോകത്തിൽ സൃഷ്ടി നിലനിർത്തുമെന്നും അനുഗ്രഹിച്ചു. ലോകത്തിന് തത്വശാസ്ത്രം ഉപദേശിക്കുന്നതിനായി ഞാൻ മകനായി അവതരിക്കുമെന്ന് കർമ്മദമുനിക്കും ഭഗവാൻ വാക്ക് നൽകി. അങ്ങനെ സ്വയംഭൂമനു മകളായ ദേവഹൂതിയെ കർദമ മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അവൾ മുനിപത്നിയായി 12 സംവത്സരകാലം യഥാവധി ഭർത്തശുശ്രൂഷ ചെയ്യുകയും സംതൃപ്തനായ കർദമമുനി ദാമ്പത്യം തുടങ്ങുന്നതിനായി അതിമനോഹരമായ കഹ്മകം എന്ന ആകാശ വിമാനം സൃഷ്ടിച്ചു. എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് കൂടിയ പറന്നു നടക്കുന്ന കൊട്ടാരത്തിൽ അവർ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ദാമ്പത്യം ആഘോഷിച്ചു. അങ്ങനെ 100 വർഷം കഴിഞ്ഞ് അവർക്ക് 9 പെൺകുട്ടികൾ ജനിക്കുന്നു. ശേഷം മുനി തപസ് ചെയ്യാൻ പോകുവാൻ തയ്യാറായി. ഇതറിഞ്ഞ് വിഷമത്തിലായി അവളോട് നമുക്ക് ഒരു മകനും കൂടി ജനിക്കുമെന്നും അവൻ ഭഗവാൻ വിഷ്ണുവിന്റെ അംശമായിരിക്കുമെന്നും അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെ കപിലാചാര്യർ ജനിക്കുകയും പിന്നീട് സംഖ്യദർശനത്തിന്റെ പ്രചാരകനായി